തിരുവനന്തപുരം പാലോട് ഭർത്തൃ വീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കൊലപാതകമെന്ന് കുടുംബം ഇന്ന് ആരോപിച്ചു. പെൺകുട്ടിയുടെ അച്ഛൻ പാലോട് പോലീസിൽ പരാതി നൽകുകയുണ്ടായി. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ മർദ്ദനമേറ്റത് മൂലമെന്നാണ് സൂചന. സംഭവിച്ച എന്റെ മോളെ ഈ കക്ഷി അഭിജിത്ത് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു. കൊലപാതകത്തിന് അവൻ്റെ പേരിന് കേസെടുക്കണം, അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്ന പോലെ ഉള്ള മുറിപ്പാടുകൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും. മുറിപ്പാടുകൾ ഇപ്പോൾ കണ്ടെത്തി? അല്ല, അതെല്ലാം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പറയാം. അല്ല, അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. RDO ആണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു മർഡറാണ് അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടന്നതിന് ശേഷം പറയാം. അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടെത്തി? അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ വെളിവാകുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാവും. സീരിയസ് ആയിട്ട് അന്വേഷിക്കുകയാണ്. നമ്മളെ തന്നെ അങ്ങോട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ പോണത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചേച്ചി ഇങ്ങി പറഞ്ഞത് അവർക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റേ എൻ്റെ അളിയനായ അയാൾക്കും അത് ഇഷ്ടമല്ല. പിന്നെ ഇതേപോലെ എന്താണ് ആകെ തകരാറാണ്. ഒരു കാരണവശാലും എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്യൂല. എന്ത് വിഷയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണതാണ്. 4 മാസമല്ലേ ആയുള്ളൂ അങ്ങ് പോയിട്ട്. അത് ഇത്രയും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ വരായിരുന്നു. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാമെങ്കിലും ചെയ്യായിരുന്നു. എന്തിനാണ് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്. അവരെ വീട്ടുകാർ തന്നെയാണ് കുഴപ്പം. പിന്നെ ആരും ഒന്നും ചെയ്യാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. എന്നിട്ട് അത് അവള് മടി കറന്ന് പോയിട്ടുണ്ട്. ഇന്ദുജിയുടെ മരണമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമാണ് സമയമായത്. ഇയാൾക്കൊപ്പം ഇന്ദുജ ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ഈ ബെഡ്റൂമിനുള്ളിൽ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഇന്ദുജയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു അന്വേഷണമൊക്കെ നടത്തി കാണുമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റും ചില വിവരങ്ങൾ കാണും. ഒപ്പം ചില മുറിവുകളുണ്ട് അദ്ദേഹത്ത്, മർദ്ദനമേറ്റ പാടുകളുണ്ട് അദ്ദേഹത്ത് എന്നൊക്കെ പറയുന്നു. എന്താണ് ഇതുവരെയുള്ള ഒരു പ്രാഥമികമായ ഒരു നിഗമനം പോലീസിന്റെ ഭാഗത്ത് നിന്ന്? രഞ്ജിത്ത്, ഇന്ദുജയുടെ മരണം കൊലപാതകമെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് പാലോട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. നെടുമങ്ങാട് DYSPയുടെ കീഴിലാണ് ഈ പരിധി വരുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2 ജാതിയിൽ നിന്നുള്ള വിവാഹമായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം താണജാതിയാണ് എന്നതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ദുജയുടെ ചില സൗഹൃദങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടതാണ്. 4 മാസം മുൻപായിരുന്നു വിവാഹം. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഇന്ദുജ ഒരു സമീപത്ത് തന്നെയുള്ള ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമാണ്. എന്നാൽ ഈ വിവാഹശേഷം ഇന്ദുജ വീട്ടിലേക്ക് പോകുന്നതിനെ അഭിജിത്തിന്റെ വീട്ടുകാരും വിലക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ തിരികെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും താല്പര്യമില്ലായിരുന്നു. അതായത് വീട്ടുകാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇന്ദുജയുടെ സഹോദരൻ പറയുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം നെറ്റിയിൽ മുറിവുണ്ടായി. പെൺകുട്ടിയുടെ നെറ്റിയിൽ മുറിവുണ്ടായി. ഈ മുറിവിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ബസ്സിൽ തട്ടിയതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ട്, ഭർതൃഗൃഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം സഹോദരി പറഞ്ഞതായാണ് ഇപ്പോൾ ഈ യുവാവിൻ്റെ പ്രതികരണം വരുന്നത്. മാത്രമല്ല, സഹോദരി അവിടെയുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ വിശദമായ പരിശോധന വേണം. അഭിജിത്തിൻ്റെ വീട്ടിലെ 2ാം നിലയിൽ ജനലിൽ
കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതിൽ തന്നെ ചില ദുരൂഹതകൾ പറയുന്നുണ്ട്. ആ തരത്തിൽ ആത്മഹത്യ ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ജനൽ കമ്പിയിലാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റിന്റെ ഭാഗമായും ശരീരത്തിൽ ചില മുറിവുകൾ കണ്ടെത്തിയതായ വിവരമുണ്ട്. പക്ഷേ ഇതിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകണം. RDOയുടെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. പക്ഷേ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുറിവുകൾ എങ്ങനെ ഉണ്ടായി? നഖക്ഷതമേറ്റതിൻ്റെ പാടുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ RDOയുടെ റിപ്പോർട്ടിലാണ് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടത്. എങ്കിൽ തന്നെയും ഇങ്ങനെ മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ടാക്കുന്നത് തന്നെയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ രേഖാമൂലം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പാലോട് പോലീസിനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ വീട്ടിൽ ഈ 4 മാസമായി പെൺകുട്ടിക്ക് നേരെ ഭർത്തൃവീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും പീഡനമുണ്ടായി എന്ന കാര്യം തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, പ്രാദേശികമായി അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ആവശ്യമെങ്കിൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക. ഏതായിരുന്നാലും ഈ യുവാവ് അഭിജിത്ത് ഇപ്പോൾ പാലോട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. രഞ്ജിത്ത്, ഈ 4 മാസമായി എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ സഹോദരൻ സംസാരിച്ചപ്പോഴും സഹോദരൻ നമ്മളോട് പറഞ്ഞത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തന്നോട് സംസാരിക്കാറുണ്ട്, തന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇത്തരം പരാതികൾ ഇന്ദുജ ഉന്നയിച്ചിരുന്നു എന്നുള്ളതല്ലേ കുടുംബാംഗങ്ങളോട്? അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യകാലം മുതൽ ഈ വിവാഹത്തിന്റെ എന്ന് നമുക്ക് മനസ്സിലായിക്കൂടെ? അപ്പം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ തന്നോട് ഷെയർ ചെയ്തില്ല? സാധാരണ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു, പറഞ്ഞില്ല. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് മറ്റൊരെന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതക സാധ്യതകളൊക്കെ അവർ കാണുകയാണ്. അങ്ങനെ ഈ വിവാഹത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിരുന്ന ഒരു പെൺകുട്ടിയും കുടുംബവുമായിരുന്നോ ഇത്? ഏതെങ്കിലും ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായ കൊലപാതകം എന്നുള്ളതല്ല, മറിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊടുവിൽ കൊലപാതകം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്ന സംശയം, ആ സംശയത്തിലൂന്നിയാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിനവർ പറയുന്ന കാരണങ്ങളുമുണ്ട്. നേരത്തെ തന്നെ ഈ 2 മതത്തിൽപ്പെട്ട 2 ജാതിയിൽപ്പെട്ട ആളുകളാണ്. അത്തരം കാര്യങ്ങൾ ഇവർക്കിടയിൽ പ്രശ്നമായോ, വീട്ടുകാർക്കിടയിൽ പ്രശ്നമായോ എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല, പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടേക്ക് ചെല്ലുന്നത്, അതായത് അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അഭിജിത്തിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ ഇങ്ങോട്ട് വരുന്നതും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. മാത്രമല്ല, പെൺകുട്ടിയെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നുമില്ല. ആ തരത്തിൽ 2 വീട്ടുകാരും തമ്മിൽ ഒരു അകലം പാലിക്കുന്നതിന് വേണ്ടി ശ്രമമുണ്ടായിരുന്നു. ആ തരത്തിലാണ് അതിൻ്റെ ഒരു കാരണമായി ഈ വ്യത്യസ്ത ജാതി അതിന് അടിസ്ഥാനമായോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി പറയുന്നത്, നേരത്തെ ഇന്ദുജയ്ക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ, ഈ സൗഹൃദങ്ങളെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു എന്നത് അത് ഈ പോലീസ് അന്വേഷണത്തിലാണ് വെളിപ്പെടേണ്ടത്. ഇപ്പോൾ വീട്ടുകാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പരമാവധി അവിടെ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിരുന്നു. 2ാം നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടെ ജനൽ കമ്പിയിൽ തൂങ്ങിയ ആ നിലയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ജനൽ കമ്പിയിൽ ഒരാൾ തൂങ്ങി മരിക്കില്ല എന്ന കാര്യം പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കൊലപാതക സാധ്യതയാകാം എന്ന ഒരു സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് വരണം. പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുറിപ്പാടുകൾ എങ്ങനെ സംഭവിച്ചു, മർദ്ദനമേറ്റിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണം. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഈ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ പ്രാഥമികമായി പോലീസിന് അന്വേഷണത്തിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ പേരിലുണ്ടായ പ്രകോപനത്തിൽ നടന്ന ഒരു കൊലപാതകമായല്ല വീട്ടുകാർ പറയുന്നത്. നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു.
തൻ്റെ സഹോദരി അത് തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് ഇന്ദുജയുടെ സഹോദരൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരിക്കൽ വീട്ടിലെത്തുമ്പോൾ നെറ്റിയിൽ മുറിപ്പാടുണ്ടായിരുന്നു, ബസ്സിൽ തട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ മർദ്ദന വിവരം മറച്ചുവെക്കാൻ പെൺകുട്ടി പറഞ്ഞതാകാം എന്ന ഒരു കാര്യം കൂടി വീട്ടുകാർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പെൺകുട്ടിക്ക് നിരന്തരമായി മർദ്ദനമേറ്റിരുന്നു എന്ന് വീട്ടുകാർ സംശയിക്കുന്നു. ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പലപ്പോഴായി പെൺകുട്ടി വീട്ടുകാരോട്, പ്രത്യേകിച്ച് സഹോദരനോട് പറഞ്ഞതായുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ഭർത്താവ് അഭിജിത്ത് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്ന് പറയുന്നു. പലവിധ സംശയങ്ങൾ വീട്ടുകാർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.